മനാഫിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന്റെ ജീവനക്കാരന് വേണ്ടി 70 ദിവസത്തിനു മുകളിൽ രാപ്പകലില്ലാതെ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി അവിടെ ചെലവഴിച്ചതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ മനുഷ്യർ ഇത്രയും നന്ദിയില്ലാത്തവരായി മാറുന്നത് എന്തുകൊണ്ടാണെന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഓരോ മലയാളികൾക്കും അത്രയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ചാനലുകളിലൂടെ നമ്മൾ കണ്ടത്. മനാഫിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളത്. അതിന് മാത്രം തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് ഓരോ മലയാളികളെയും പോലെ ഞാനും മനസ്സിലാക്കുന്നത്. കാരണം വാർത്തകളിലൂടെ ആയാലും നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹം അത്രയേറെ അവിടെ അധികാരികളോടും ഫൈറ്റ് ചെയ്തിട്ടും അത്രയേറെ അദ്ദേഹം അവിടെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിന്ന് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എത്ര ദിവസം ഇതുപോലെ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ മറ്റൊരു രാജ്യത്ത് വന്ന് 70 ദിവസത്തിന് മുകളിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനു വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എനിക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ കൂടുതൽ, മാക്സിമം പോയാൽ ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നമുക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അതിന്റെ പിന്നാലെ ഓടുന്ന ഒരാളെയും കാണാൻ പ്രയാസമാണ്. നമ്മുടെ ഇന്റിമേറ്റ് റിലേഷനിൽ അല്ലാതെ പുറത്ത് മറ്റൊരാൾ നമുക്ക് വേണ്ടി അത്രയേറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇത്രയേറെ ബുദ്ധിമുട്ടുന്ന ഒരാളുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അയാൾക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഇപ്പോൾ അർജുന്റെ ഫാമിലി നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ സിമ്പിളായ പല കാര്യങ്ങളുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. തങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് ആ കുഞ്ഞിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇത്രയേറെ പ്രയാസപ്പെട്ട് നമ്മുടെ കൂടെ നിന്ന ഒരാളെ ഇത്രയേറെ സമൂഹ മാധ്യമങ്ങളിലായാലും ഇത്രയേറെ തരം താഴ്ത്തി അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അയാൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ശരി, ആ മിഷന് വേണ്ടി അദ്ദേഹം അത്രയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് ഓരോ മലയാളികൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത്രയേറെ. പക്ഷെ അയാളെ കുറിച്ച് പറയുന്ന അലിഗേഷൻസ് എല്ലാം വളരെ സിമ്പിളായ കാര്യമാണ്. അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി, അദ്ദേഹത്തിന് അർജുന് 75,000 ശമ്പളം 75,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ പുറത്ത് പറഞ്ഞു. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഇവർക്ക് അതൊരു നാണക്കേടായി മാറി എന്നുള്ളതൊക്കെയാണല്ലോ ഇവർ പറയുന്ന അലിഗേഷൻസ്. അതൊക്കെ ഇത്ര വലിയ കാര്യങ്ങളാണോ? നമ്മൾ ഓരോ മലയാളികളും അർജുന് ഈ ഒരു അപകടം പറ്റിയ സമയത്ത് ഓരോ മലയാളികളും അർജുന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടണമെന്ന് തന്നെയായിരുന്നു ഓരോ മലയാളികളുടെ ആഗ്രഹം. എവിടെയെങ്കിലും ഉണ്ടാവണേ, ജീവനോടെ ഉണ്ടാവണേ എന്ന് തന്നെയായിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഏകദേശം എല്ലാവർക്കും ബോധ്യമായി അർജുന് ജീവനോടെ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ബോഡിയെങ്കിലും തിരിച്ചു കിട്ടണേ, ആള് നഷ്ടപ്പെട്ടു എന്ന് ഫാമിലിക്ക് ഒരു ബോധ്യം വരാനെങ്കിലും അദ്ദേഹത്തിന്റെ ബോഡിയെങ്കിലും തിരിച്ചു കിട്ടണേ എന്നായിരുന്നു പിന്നീടുള്ള പ്രാർത്ഥനകൾ. പക്ഷെ അർജുന്റെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വയനാട് ദുരന്തവും മറ്റൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും വയനാട്ടിൽ അത്രയും വലിയൊരു ദുരന്തം നടക്കുമ്പോൾ ചാനലുകളും എല്ലാം വയനാട് ദുരന്തത്തിന് പിന്നാലെയായിരുന്നു. കുറേ ദിവസങ്ങൾ അർജുനന്റെ യാതൊരു കാര്യവും ഒരു അപ്ഡേറ്റും ചാനലുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെ ഞങ്ങളുടെ ഉമ്മയൊക്കെ എന്നും അർജുന് എൻ്റെ കാര്യം ഉണ്ടായി എപ്പോഴും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ വയനാട് ദുരന്തം വന്നതിന് ശേഷം ഉമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു, അർജുൻ എന്ത് പറ്റി, അർജുനെ കിട്ടിയോ, ഒന്ന് ന്യൂസ് ചെക്ക് ചെയ്യോ. പക്ഷെ എല്ലാ ചാനലുകളിലും വന്ന് വയനാടിന്റെ വാർത്തകളായിരുന്നു. നമ്മളെല്ലാ ചാനലുകളും മാറ്റി നോക്കുമ്പോഴേക്കൊന്നും അതിലൊന്നും അർജുന്റെ യാതൊരു അപ്ഡേഷനും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ആ സമയത്ത് അതുകൊണ്ടായിരിക്കാം മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയായിരിക്കും അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഈ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അർജുൻ മറന്നു പോവാതിരിക്കാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വാർത്തകൾ എത്തിക്കാനും വേണ്ടിയായിരിക്കും അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിലൂടെ അപ്ഡേറ്റ് നടത്തിയതൊക്കെ. പക്ഷെ അതൊന്നും ഇത്ര വലിയൊരു അലിഗേഷൻസ് ആയിട്ട് പറയേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഓരോ ചാനലുകളുടെയും സപ്പോർട്ടോടുകൂടി
അവിടെയുള്ള വാർത്തകളും അർജുൻ്റെ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ലേഖൊക്കെ മാറ്റിയെടുത്തതും എല്ലാം ഈ സപ്പോർട്ടും ഈ മാധ്യമങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടുകൂടെ തന്നെയാണ്. അതിൽ മനാഫിന് വലിയൊരു പങ്കുണ്ട്. കാരണം മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ അതിലേക്ക് തന്നെ വരുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ മാധ്യമങ്ങളായാലും എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകും, ആദ്യം നടന്ന സംഭവത്തെ മറക്കും. അതുകൊണ്ട് തന്നെയാവും അദ്ദേഹം ഈ ചാനലിലൂടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതൊരു വലിയ അലിഗേഷൻസ് ആയിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഫാമിലി പറയുന്ന ഒരു കാര്യം എന്താ ബൈക്ക് അയാളുടെ വീട്ടിൽ സംരക്ഷിച്ചെന്ന്. പക്ഷെ അയാളത് മെയിൻ്റനൻസ് കഴിഞ്ഞ് അയാളുടെ വീട്ടിൽ ആ വണ്ടി വെച്ചു എന്നല്ലാതെ അത് അയാൾ സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ അത് അയാൾക്ക് വേണമെന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഏതോ ഒരു ചാനൽ വന്നപ്പോൾ ഇത് അർജുൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു എന്നല്ലാതെ അതൊന്നും അത് അദ്ദേഹത്തിൻ്റെ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില ചാനലുകൾ പല രീതിയിൽ പൊടിപ്പുന്തങ്ങൾ വെച്ചും ഹെഡിങ് ഒക്കെ ഇട്ട് അത് അവരുടെ ചാനലിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ അർജുൻ്റെ വിഷയങ്ങളിലല്ല, ആ വിഷയം ഏതൊരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെയും ചാനലുകൾ അവരവരുടേതായ ഭാഷയിൽ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി പല ഹെഡിങ്ങുകൾ കൊടുക്കുകയും അവരുടേതായ രീതിയിൽ അവരുടെ ശൈലി അവർ വാർത്തകൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിന് ശേഷം 75,000 ഇദ്ദേഹം സാലറി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പലരും വിളിച്ചിട്ട് ഇത്രയും സാലറികൾ വാങ്ങിച്ചിട്ട് നിങ്ങളിവനെ യൂസ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിൽ ഇവരെ ടോർച്ചർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്കത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രസ് മീറ്റ് കൊടുത്തതെന്നൊക്കെയാണ് അവർ ഫാമിലി അന്ന് പറഞ്ഞ കാര്യം. പക്ഷെ അത് മനാഫ് 75,000 രൂപ അദ്ദേഹം സാലറി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖകളുണ്ടെന്നും അർജുൻ സൈൻ ചെയ്ത രേഖകൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല, അദ്ദേഹം നിഷ്കളങ്കമായി സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം അർജുനെ കൊണ്ട് അങ്ങനെ ഒരു മോശമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ FIR എടുക്കാൻ മാത്രമുള്ള രീതിയിലുള്ള കാര്യങ്ങളും അത്ര മോശമായിട്ടൊന്നും ഒരു വാർത്താ ചാനലിലും ഒരു ചാനലുകളിലും മനാഫ് പറഞ്ഞതായി നമ്മളാരും കണ്ടിട്ടില്ല, നമ്മളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അർജുൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരാളാണ്, ഒരുപാട് കടമകൾ നിറവേറ്റാനുള്ള ഒരാളാണ്. ഈ ചെറിയ പ്രായത്തിൽ അദ്ദേഹം വിട പറഞ്ഞത് കുടുംബത്തിന് തീരാ നഷ്ടമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ മാധ്യമങ്ങളും ആ രീതിയിൽ തന്നെയാണ് ജനങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ആ കുടുംബത്തിനെ കുറിച്ച് ഓർത്തും ഫാമിലി എല്ലാവരെ കുറിച്ചും ഓർത്തിട്ടും ഓരോ മലയാളികളും ആലോചിച്ചിട്ടുണ്ടാവും, അത്ര ഒരു ഫാമിലിക്ക് തുണയായി നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ജീവനോടെ കിട്ടണമെന്ന് തന്നെയാണ് ഓരോ മലയാളികളും പ്രാർത്ഥിച്ചത്. പക്ഷേ അത് ആളുകൾ ഈ സൈബർ ആക്രമണം എന്നിവർ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകളും ചാനലുകളും എല്ലാം തന്നെയാണ് അർജുൻ്റെ ഈ അപകടത്തിന് അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഓരോ വീഡിയോകളുടെയും താഴെ അവർ മെസ്സേജ് അയക്കുന്നതും അർജുൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം, അർജുന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജ് ഇടുകയും ഒരു ക്യാമ്പയിൻ പോലെ എല്ലാവരും അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആളുകൾ ഈ അർജുനിലേക്ക് അർജുൻ മാത്രമല്ലല്ലോ വേറെയും ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെയൊന്നും പേരുകളൊന്നും അത്രയോളം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയ മനാഫ് ഉൾപ്പെടെയുള്ളതാണ് ഈ നമ്മുടെ മനസ്സിൽ അർജുൻ എന്നുള്ളൊരു പേര് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിന്നത്. ഇപ്പം വയനാട്ടിൽ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എത്ര പേരുടെ പേര് നമുക്കറിയാം, എത്ര പേരെ കുറിച്ച് നമുക്കറിയില്ല. ഈ അർജുൻ്റെ കാര്യം നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം ഈ മീഡിയകളും സോഷ്യൽ മീഡിയകളും ചാനലുകളും എല്ലാം തന്നെയാണ്. അപ്പോൾ ആ ഒരു ആ ഒരു വശം കൊണ്ടുള്ള നല്ലതായി ഭവിച്ചിട്ടുണ്ട്. കാരണം അർജുനെ തിരയുന്നതിലും
കർണാടക സർക്കാരിന് കൂടുതൽ പ്രഷർ കൊടുത്ത് ഇത് ഒരു അതിനുവേണ്ട പ്രവർത്തനങ്ങൾ കേരള സർക്കാരിനാണ് കർണാടക സർക്കാരിന് അത്രയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിലുള്ള ചെറിയൊരു മൈനസ് അവർക്ക് അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1 2 3 ദിവസം ചിലപ്പോൾ ഇതുപോലുള്ള ടോർച്ചറിങ്ങും കാര്യങ്ങളും നടന്നേക്കാം. പക്ഷെ അതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകും. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വിട്ടേക്കാമായിരുന്നു. പക്ഷെ അവർ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരുടെയും മുന്നിൽ ഇത് പ്രസന്റ് അല്ലെങ്കിൽ മനാഫിനോട് നേരിട്ട് സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രോബ്ലം അത് പ്രസ് മീറ്റിലൂടെ ജനങ്ങളെ അറിയിച്ച് അത് എല്ലാ മലയാളികളുടെ മനസ്സിനെ അത് വല്ലാതെ വേദനപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ അർജുന്റെ ഫാമിലിയോടുള്ള സ്നേഹം എല്ലാവരുടെയും മനസ്സിൽ എന്താ ഇവരിങ്ങനെ ചെയ്തത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നലാണ് ഓരോ മലയാളിക്കും ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വാർത്ത കാണുന്ന ഓരോ മലയാളിയുടെ മനസ്സിൽ അങ്ങനെ തന്നെയാവും. ഇതിന് മാത്രമുള്ള ഇഷ്യൂസ് ഇല്ലല്ലോ. പക്ഷെ അവർക്ക് പുറത്തുനിന്നുള്ള ടോർച്ചറിങ്ങും കാര്യങ്ങളും വന്നപ്പോൾ അവരുടെ മെന്റലി സ്ട്രെസ് ആയിട്ടാവാം അവരങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചതും ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും. പക്ഷെ അർജുൻ ഒരു പ്രാരാബ്ധമുള്ള ആളായിരുന്നു. അത് ഓരോ മനുഷ്യരും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും പ്രാരാബ്ധങ്ങളും ഉള്ളവർ തന്നെയാണ് എല്ലാവരും. എല്ലാ മനുഷ്യരും എന്നത് തന്നെയാണ്. എല്ലാ തരത്തിലും മിഡിൽ ക്ലാസ് ആയാലും അപ്പർ ക്ലാസ് ആയാലും ഏത് മനുഷ്യനായാലും അവർക്ക് അവരവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫാമിലിയുടെ മൂത്ത കുട്ടിയാവുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയുള്ളൂ. അവരെ കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു മെയിനായിട്ടുള്ള ഏർണിംഗ് മെമ്പേഴ്സിനോ ഒന്നിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളും പ്രോബ്ലംസും ഒക്കെ വരുമ്പോൾ മൂത്ത കുട്ടി ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അവരുടെ അനിയന്മാരെയായാലും അനുജത്തിമാരെയും പഠിപ്പിക്കേണ്ടതും അവരെ ഒരു നിലയിൽ എത്തിക്കുന്നതൊക്കെയും അതേ ഫാമിലിയിലും ഈ മൂത്ത കുട്ടി തന്നെയായിരിക്കും. അതുപോലെ തന്നെ അർജുൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അവരെ അനുജത്തിമാരെയും അനിയന്മാരെയും പഠിപ്പിച്ചു. അതൊക്കെ തന്നെയാണ് മനാഫും പറയുന്നത്. ഫാമിലിയും അത് ശരിവെക്കുന്നുണ്ട്. ഫാമിലിയും പറയുന്നുണ്ട് അച്ഛൻ എന്തോ ഒരു അസുഖം വന്നതിന് ശേഷം അർജുനെ +2 പഠിപ്പ് നിർത്തിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചതെന്ന് അവർ തന്നെ പറയുന്ന കാര്യമാണ്. അത്ര തന്നെയാണ് മനാഫും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ഈ 25,000 റിയാൽ സാലറി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നിങ്ങൾ അയാളെ ഉപയോഗിക്കായിരുന്നില്ല അങ്ങനെ പറയുന്നതാണ് അവർക്ക് അതൊരു ഷെയിമായിട്ട് തോന്നിയത്. അതൊരു ഷെയിമായിട്ട് തോന്നേണ്ട ആവശ്യമില്ല. പറയുന്നവർ അവിടുന്ന് പറഞ്ഞോട്ടെ, നമ്മളത് കാര്യമാക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ അല്ലെങ്കിലും നമുക്ക് പലപ്പോഴും പല ഫാമിലികളിലും പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ ഫാമിലിക്ക് വേണ്ടി അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവരുടെ ഫാമിലിക്ക് വേണ്ടി അച്ഛൻ, അമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് റിലേഷൻസ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും ചിലപ്പോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസും പ്രോബ്ലംസും വരുമ്പോൾ നമ്മളൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പല ഫാമിലികളും പറയും എങ്ങനെയാണ് ഇവർക്ക് ഇത്രയേറെ ഇഷ്യൂസ് ഉണ്ടായത്, നമുക്ക് വേണ്ടി ഇവരൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇവർ അധ്വാനിച്ചതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ തയ്യുന്ന ആൾക്കാരുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ സഹോദരന്മാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ഭാവി സേഫായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ അത് പറയുമ്പോഴൊക്കെ അതൊരു ഷെയിമായിട്ട് തോന്നുന്ന ആളുകളുമുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരിത് പറയുമ്പോൾ ഇവർക്ക് അതൊരു ഭയങ്കര വിഷയമായി തോന്നിയിട്ടുണ്ടാവാം. പിന്നെ ഇവരുടെ ഫാമിലി എന്താ പറയുക, പ്രാരാബ്ധങ്ങൾ ഉള്ള ഒരു ഫാമിലിയാണ്. പുറം ലോകം അറിയുമ്പോൾ ഇവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ പറയുന്നു. പിന്നെ മറ്റുള്ളവർ മനാഫ് ഇങ്ങനെ മീഡിയാസിനോട് പറയുമ്പോൾ പലരും സഹായ വാഗ്ദാനങ്ങളുമായിട്ട് നമ്മളെ വിളിക്കുന്നു, പലരും സഹായം ചെയ്യാമെന്ന് പറയുന്നു. അത് ഓരോ മലയാളികളുടെയും സഹായിക്കാൻ മനസ്സുള്ള മലയാളികളുടെ പൊതു സ്വഭാവമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ സഹായിക്കുക എന്നുള്ള മെന്റാലിറ്റി അതൊരു നല്ല കാര്യമല്ലേ. അതിപ്പോൾ നിങ്ങൾക്ക് അതൊരു കുറച്ചിലായിട്ടും മോശമായിട്ടും തോന്നിപ്പോയത് എന്താന്ന് എനിക്കറിയില്ല. കാരണം അത് ഓരോരുത്തരും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മാന്യമായിട്ട് പറയാലോ, നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നല്ല രീതിയിൽ പോകാനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോഴുണ്ട്, നമുക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമുള്ളൂ. അതൊരു ഷെയിമായിട്ടോ ഒരു മോശമായിട്ടോ എടുക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ മനുഷ്യരുടെയും ഈ പറയുന്ന ഞാനായാലും നിങ്ങളായാലും ഏത് ഫെസിലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും
നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു വിഷയം വരാനോ നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ആവശ്യമായി വന്നുകൂടായികയില്ല. എപ്പോഴും നമ്മുടെ ലൈഫ് ഒരേ ലെവലിൽ അങ്ങനെ പോകണമെന്നൊന്നുമില്ല. നാളെ എന്തെങ്കിലും ഒരു വിഷയം വന്ന് നമുക്ക് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ് ആവശ്യമായി വന്നേക്കാം. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെട്ടേക്കാം. പക്ഷെ ഇത് ഫ്യൂച്ചറിൽ പോലും ഒരു ഹെൽപ്പ് ആവശ്യമായാൽ തന്നെ അങ്ങനെയുള്ള എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷെ അത്രത്തോളമൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പായിട്ട് വിളിക്കുന്ന ആളുകൾക്കൊപ്പം നമുക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. മുന്നോട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താൽ മതിയായിരുന്നു. ഇത്രയേറെ മോശമായിട്ട് തോന്നേണ്ട കാര്യമൊന്നും ഒരാളൊരു ഹെൽപ്പ് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് എത്ര മോശമായിട്ട് നാണക്കേടായിട്ടൊന്നും തോന്നേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് ആ വീഡിയോ കണ്ടപ്പോൾ. പക്ഷെ അങ്ങനെ അദ്ദേഹത്തെ പറ്റി മനാഫിനെ പറ്റി പറയുന്ന പല അലിഗേഷൻസും വളരെ വളരെ സില്ലിയായ കാര്യങ്ങളാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പക്ഷെ വലിയൊരു മിഷന് വേണ്ടി അത്രയേറെ കഠിനാധ്വാനം ചെയ്ത് അതിൻ്റെ പിന്നാലെ നടന്ന് ഓരോ ആളുകളിലേക്കും ഇത് എത്തിച്ച് ഇതിനൊരു വലിയ വാർത്താ പ്രാധാന്യമൊക്കെ കൊടുത്ത് മനാഫ് അത്രയേറെ കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലമായി അർജുനെ തിരിച്ചു കിട്ടിയ ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഇത്രയേറെ തരം താഴ്ത്തി സംസാരിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ ആവശ്യം അർജുനെ കിട്ടുക എന്നുള്ളതായിരുന്നു. അവരുടെ കുട്ടിയെ കിട്ടി പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ. പക്ഷെ അവരുടെ പ്രസ് മീറ്റിൽ എനിക്ക് മനസ്സിലായ കാര്യം മനാഫ് അല്ലാതെ മറ്റു പലരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ കുറേ ആളുകളുടെ പേര് അവർ പറയുന്നുണ്ട്. അത്രയേറെ ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫാമിലി ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സഹായം എത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ക്രെഡിറ്റും ഈ മനാഫിലേക്ക് മാത്രമാണ് പോകുന്നത്. അദ്ദേഹം മാത്രമാണ് എല്ലാം ചെയ്തത് എന്നുള്ള രീതിയിലാണ് മീഡിയകളിലും വീഡിയോകളിലൊക്കെ വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിന് മനാഫിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൽ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലെല്ലാം മനാഫിനെ കുറിച്ചുള്ള വാർത്തകൾ വരികയും അവരത് മനാഫിനെ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തത് അത് മനാഫിൻ്റെ തെറ്റാണോ? അല്ലല്ലോ. മറ്റു പലരും ഒന്നായിട്ട് എല്ലാ സംവിധാനങ്ങളും സർക്കാരാണെങ്കിലും കർണാടക സർക്കാരാണെങ്കിലും കേരള സർക്കാരാണെങ്കിലും മറ്റു പല വ്യക്തികളും ഇതിൻ്റെ കൂടെ ശ്രമിച്ച് ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലം തന്നെയാണ് അർജുനെ തിരിച്ചു കിട്ടിയത്. പക്ഷേ ഈ ഒരു ക്രെഡിറ്റ് മനാഫിലേക്ക് മാത്രം പോകുന്നു എന്നാണ് അർജുൻ്റെ വൈഫും സംസാരിച്ചത്. എല്ലാം മനാഫിലേക്കാണ്, എല്ലാ ക്രെഡിറ്റും മനാഫിലേക്ക് പോകുന്നു എന്ന്. പക്ഷെ അതൊന്നും നമ്മുടെ കുട്ടിയെ കിട്ടി നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ക്രെഡിറ്റ് ആരിലേക്ക് പോകുന്നു, ആർക്ക് ക്രെഡിറ്റ് കിട്ടുന്നില്ല, ക്രെഡിറ്റ് കിട്ടുന്നുണ്ട് എന്നൊന്നും നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പിന്നാലെ ഒന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആ വഴിക്ക് അങ്ങനെ പോകട്ടെ എന്ന് വെച്ച് തള്ളിക്കളയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് തന്നെയായാലും എല്ലാം കഴിഞ്ഞു. പക്ഷെ മനാഫ് അതിന് മറുപടിയും കൊടുത്തു. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എല്ലാവരും അത് ക്ഷമിക്കണം. അർജുൻ്റെ ഫാമിലിയെ ഒറ്റപ്പെടുത്തരുത് എന്ന് തന്നെയാണ് അദ്ദേഹം എല്ലാ സ്ഥലത്തും പറഞ്ഞത്. അർജുൻ്റെ ഫാമിലിയെ ആരും വിമർശിക്കരുത്, ആരും അവരെ ഒറ്റപ്പെടുത്തരുത്. എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് അർജുൻ്റെ ഫാമിലി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനപ്പുറത്ത് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ കലാപത്തിന് പ്രേരിപ്പിച്ചെന്നൊക്കെ പറഞ്ഞൊരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം അങ്ങേയറ്റം എത്തിയ രീതിയിലുള്ള കേസൊക്കെയാണ് രജിസ്റ്റർ ചെയ്തത്. അതിപ്പമെങ്കിലും അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തിന്, ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്പമെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ വായിന്ന് വന്ന് നിങ്ങൾക്കതൊരു ക്ഷേമോ മാനക്കേടോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ കാര്യം നമ്മുടെ കുട്ടിയെ കിട്ടാൻ അദ്ദേഹം കുറച്ചെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു പോസിറ്റീവ് വെച്ചിട്ട് ബാക്കിയുള്ള നെഗറ്റീവിനെ നിങ്ങൾക്ക് വിട്ട് കളയാമായിരുന്നേ ഉള്ളൂ. ഈ 70 ദിവസമൊക്കെ ആരാണ് ഇത്രയേറെ കഷ്ടപ്പെട്ട് വേറൊരു സംസ്ഥാനത്ത് പോയിട്ട് നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നാലെ ആര് ചെയ്യും? അത് ശരിക്കും പറഞ്ഞാൽ അർജുൻ ഭാഗ്യവാനാണെന്നേ ഞാൻ പറയൂ. കാരണം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മുതലാളി അവിടെ ഇയാൾക്ക് വേണ്ടിയിട്ട് അത്രയേറെ ബുദ്ധിമുട്ടി ഇത്രയും ദിവസങ്ങൾ നിന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ മനാഫിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, ജോലി ചെയ്തിട്ടുള്ളവരാണ്. നമ്മുടെ മുതലാളിമാർ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ 1-2 ദിവസം നിൽക്കുകയായിരിക്കും, മാക്സിമം പോയാൽ ഒരാഴ്ച നിൽക്കുകയായിരിക്കും. അതിൽ കൂടുതൽ
നമുക്ക് വേണ്ടി ഒരു മുതലാളിമാരും ഒരാളും നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ മനാഫ് അത്രയേറെ പക്ഷെ അപ്പോൾ പറയാം അദ്ദേഹത്തിന് ലോറിക്ക് വേണ്ടിയാണ് ഇൻഷുറൻസ് എന്ത് തന്നെ ആയാലും അദ്ദേഹം അത്രയേറെ കഷ്ടപ്പെട്ട് അവിടെ നിന്നു അതിന് ഫലം കണ്ടു. അർജുനെ ജീവനോടെ കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബോഡി തിരിച്ചു കിട്ടിയല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയേറെ വിവാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഇത് കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ മനാഫിന്റെ ഇന്ന് രാവിലെ കണ്ട വീഡിയോകളിലെല്ലാം അദ്ദേഹം ഇത്രയേറെ വിഷമത്തിലാണ്. ഇത്രയേറെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എന്തിനാണ് ഇത്രയേറെ മാനസികമായിട്ടുള്ള ഒരു വിഷമം, ഇത്രയേറെ മാനസികമായി തളർത്തുന്നതെന്ന് എനിക്കറിയില്ല. ഫാമിലിക്കൊന്നും ചിന്തിക്കാനേ ഉള്ളൂ. ഓക്കെ, എല്ലാം കഴിഞ്ഞു പോട്ടെ. നമ്മൾ അനിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടണം. ഒരു കേസിലേക്കൊന്നും നമ്മൾ പോകാൻ അദ്ദേഹം പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ, മീഡിയകളുടെ മുന്നിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾക്ക് മാപ്പ്. അർജുൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഞാനത് ഒരു കാര്യത്തിനും ഇനി മുന്നോട്ടിൽ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണം എന്ന് പറഞ്ഞ് അയാൾ അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു കേസിലേക്ക് പോയി അദ്ദേഹത്തിന്റെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വിഷമമുള്ള കാര്യം ഓരോ മലയാളിക്കും. ഇന്ന് രാവിലെ തന്നെ ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിഷമം തോന്നി. അതേപോലെ തന്നെയാവും ഓരോ മലയാളിക്കും ഉള്ള വികാരം. അത്രയേറെ വിഷമം ഉണ്ടാവും. കാരണം ഇതുപോലൊരു മനുഷ്യനെ നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ ഒരു മാന്യതയാണ് അല്ലേ. അദ്ദേഹം പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ സില്ലി. ഓക്കെ, നിങ്ങൾ വലിയവരാണ്, നിങ്ങൾ സമൂഹത്തിന് വലിയവരാണ്, എല്ലാവർക്കും ജോലിയുണ്ട്, നിങ്ങൾക്ക് നോക്കാനറിയാം, നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട, നിങ്ങളെക്കുറിച്ച് അതിന് മുന്നോട്ടൊന്നും പറയരുത്. അത് നിങ്ങൾ പറഞ്ഞു. അയാൾ അത് പറയുകയും ചെയ്തു. ആരും അർജുൻ്റെ ഫാമിലിയെ ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും മാനസികമായി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? പക്ഷെ എനിക്ക് തോന്നുന്നത് അർജുൻ്റെ ഫാമിലി മാത്രമല്ല അവരത് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ വാർത്തകൾ ഞാൻ ഇന്നലെ മുതൽ എല്ലാ വീഡിയോസും എല്ലാ ഇതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അർജുൻ്റെ ഫാമിലി എന്തിനാണ് അങ്ങനെ ഒരു പ്രസ് മീറ്റിനും കാര്യങ്ങൾക്കും പോയത്? അത് അവരുടെ ഉള്ളിൽ തന്നെ മനാഫിനെ വിളിച്ചിട്ട് പറഞ്ഞ് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം ഇത്രയും ആളുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും അവർക്ക് ഉണ്ടായിരുന്നേ ഇല്ല. അതും പോട്ടെ, ഇത് കഴിഞ്ഞു, അയാൾ ക്ഷമയും പറഞ്ഞു. പിന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ട്? അതും കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേസ് രജിസ്റ്റർ അത് എത്രത്തോളം വലിയ ഒരു രീതിയിലേക്കാണ് ജനങ്ങളിലേക്ക് എത്തുന്നതും അതിൻ്റെ പേരിൽ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതും ചിന്തിക്കേണ്ട മാന്യത അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അർജുൻ്റെ ഫാമിലി അല്ല, മറ്റേതോ ഒരു ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് തന്നെ 100% ഉറപ്പായ കാര്യം. മറ്റാരോ ഇതിൻ്റെ മനാഫിന് കിട്ടുന്ന ഈ പ്രശസ്തിക്കും ആളുകൾ മനാഫിനെ നെഞ്ചേറ്റിയതൊന്നും ഇഷ്ടപ്പെടാത്ത ആരോ എന്തോ ഒരു ലാഭത്തിന് വേണ്ടി ഇവരെ പിന്നാലെ നടന്ന് ഇതിനു വേണ്ടി കേസ് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉൾപ്രേരണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു കേസ് കൊടുക്കേണ്ട കാര്യത്തിലേക്കൊന്നും അത്ര വലിയ തെറ്റൊന്നും മനാഫ് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല. ഒരു മലയാളി അത് അംഗീകരിക്കുന്ന കാര്യവുമല്ല. ഈ അർജുൻ്റെ വിഷയത്തിൽ അത്രയേറെ മലയാളികളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഈ കുടുംബത്തിനും അർജുനും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം നേരെ തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത്രയേറെ മലയാളികളുടെ മനസ്സിലും ഇവരെക്കുറിച്ചുള്ള എല്ലാ ബഹുമാനവും നഷ്ടപ്പെടുകയല്ലേ ഉണ്ടായത്. അവർക്ക് ഇത്രയേറെ ഒരു ബുദ്ധിമുട്ടിലേക്ക് അദ്ദേഹത്തെ കടത്തിവിടേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? നാളെ നിങ്ങൾ ഒരു വിഷയം വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ആലോചിക്കേണ്ടത്. നാളെയും ഇവിടെ അപകടങ്ങളും പ്രശ്നങ്ങളും പല ഇഷ്യൂസുകളും ഉണ്ടാവാം. അതിൽ ഒരാളും ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് പോവാൻ മടിക്കും. ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും ഇത്തരം അലിഗേഷൻസ് വരുമ്പോഴും ഏതൊരു മനുഷ്യനും അതിന് മുന്നോട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും മടിക്കും. പൊതുവെ ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി യാതൊരു പ്രശ്നങ്ങളും പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ജീവിക്കുന്ന ആളുകൾ അത്രയും നല്ല മനസ്സിന് ഉടമകളാണ്. എല്ലാ കാര്യത്തിനും എടുത്തു ചാടി ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നതും ഇതുപോലെ കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നതും. പക്ഷെ അതിന് മുന്നോട്ടൊരു പ്രോബ്ലംസ് വരുമ്പോൾ ആളുകൾ ഇതിൽ നിന്ന് മടിക്കും. കാരണം ഒരു ഉപകാരം ചെയ്താൽ പിന്നെ ഉപദ്രവമാവുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട്
ഇത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഉപദ്രവം, അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യം. എൻ്റെ ലൈഫിലാണെങ്കിലും ഞാൻ ഒരാൾക്ക് ഉപകാരം ചെയ്തതിൻ്റെ പേരിൽ എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരുപാട് 10 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബിസിനസ്, എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ട് ഞാനിന്നൊന്നുമില്ലാത്ത അവസ്ഥയിലാണ്, ഒരു ബിഗ് സീറോയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്തു എന്നതിൻ്റെ പേരിൽ പോലീസ് കേസ് വന്നു, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ ഞാൻ ബിഗ് സീറോ ആണ്. എൻ്റെ ഫാമിലിയിൽ ഞാനിപ്പം ബിഗ് സീറോ ആയി. ഞാൻ ഒന്നിനെ തുടങ്ങണം. അത് ഒരാൾ ഹെൽപ്പ് ചെയ്തു പോയി എന്നതിൻ്റെ പേരിൽ ഒന്നും ആലോചിക്കാതെ ഒരാളെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തു പോയ ഒരു ഹെൽപ്പിൻ്റെ ഭാഗമായി ഞാൻ അതിൻ്റെ പിന്നാലെ പോയി കഷ്ടപ്പെട്ടു. ഇന്ന് അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അനുഭവിക്കുന്ന ഒരാളാണ്. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഒരാളും എന്നെ ഹെൽപ്പ് ചെയ്യാനോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. ഞാൻ ആ ഒരു വിഡ്ഢിത്തം ചെയ്തു പോയതിൻ്റെ പേരിൽ എൻ്റെ എൻ്റെ ആൾക്കാരാവട്ടെ, റിലേറ്റീവ്സ് എന്നും എന്നെ കുറ്റപ്പെടുത്തുന്നു. മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളെല്ലാം തന്നെയും എന്നെ കുറ്റപ്പെടുത്തി, എന്നെ ഒറ്റപ്പെടുത്തുകയല്ലാതെ എനിക്ക് വേണ്ടി ഹെൽപ്പായിട്ട് ആരും നിൽക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ബിഗ് സീറോയിൽ നിൽക്കുമ്പോൾ നാളെ എൻ്റെ മുന്നിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം, വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഒരു സീറോയിൽ നിന്ന് ഞാൻ ഇനി തുടങ്ങണം ഓരോന്നും. പക്ഷെ അതെന്തുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ ബുദ്ധിമുട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്തു പോയതിൻ്റെ ഒരു കാര്യമാണ്. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ പിന്നീട് നമുക്ക് അതിൻ്റെ ഭവിഷ്യത്തുകളും പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ ഈ അർജുൻ്റെ കേസിൽ തന്നെ മനാഫിനെതിരെ ഇത്രയേറെ അലിഗേഷൻസ് വന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ പിന്നാലെ ഇനിയിപ്പോൾ അദ്ദേഹം നടക്കണം. അതുമാത്രമല്ല മാനസികമായി അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ കേസ് വന്നതിലൊന്നായിരിക്കില്ല ഇന്ന് അദ്ദേഹം പിന്നെ ചാനലിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും കരയാനുള്ള ഒരു പ്രവണത, അത്രയേറെ വിഷമത്തിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ കേസ് കൊടുത്തതിലും കേസ് വന്നതിലൊന്നും ആയിരിക്കില്ല ടെൻഷൻ. അർജുൻ്റെ ഫാമിലി എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇത്രയും ദിവസം അവന് വേണ്ടി കഷ്ടപ്പെട്ട് അവിടെ നിന്നിട്ട് ഇത്രയേറെ അദ്ദേഹം പറയുന്നുണ്ട്, അതിനെ ആശ്വസിച്ചാലോ എന്നുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത് എന്ന് അദ്ദേഹം പറയും. അപ്പോൾ അർജുൻ്റെ ഫാമിലി എന്നോട് ഇത് ചെയ്തല്ലോ എന്നാവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അർജുനും ഇത് അംഗീകരിക്കാനാവുമെന്ന് തോന്നുന്നില്ല. അർജുൻ്റെ ആത്മാവിനും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അർജുൻ്റെ ഫാമിലി ചെയ്യുന്ന ഈ ഒരു കാര്യം അർജുൻ്റെ ആത്മാവിന് പോലും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓരോ മലയാളിക്കും തോന്നുന്നത്. ഇത് വളരെ അൺഫെയർ ആയ ഒരു കാര്യമായി പോയി നിങ്ങൾ മനാഫിനോട് ചെയ്തത്. എപ്പോഴും മനാഫിനോടൊപ്പം നിങ്ങൾ വളരെ വലിയൊരു മനുഷ്യനാണ്, വളരെ ആത്മാർത്ഥതയുള്ള നല്ല മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യനാണ് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ഫാമിലിക്ക് ഏറ്റവും വലിയ ഒരു നീതി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നിങ്ങൾ ഇതോടുകൂടി ഇതുകൊണ്ട് നിങ്ങൾ മനസ്സ് മടുക്കരുത്. ബുദ്ധിമുട്ടുന്നവർക്ക് സഹായമായി നിങ്ങൾ പറഞ്ഞല്ലോ താഴേക്കിടയിലുള്ളവരെയാണ് എനിക്കിഷ്ടം, ആ മനസ്സും എന്നും നിലനിൽക്കട്ടെ. ആ സഹായിക്കാനുള്ള നിങ്ങളുടെ ആ മനസ്ഥിതി എപ്പോഴും നിലനിൽക്കട്ടെ. നിങ്ങൾ ഇതോടുകൂടി ചടച്ചു പോകരുത്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിലൂടെ കിട്ടുന്ന വരുമാനം ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് ആണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ ചെയ്യണം. ഇത്തരത്തിലുള്ള യാതൊരു നിങ്ങൾ മനസ്സ് മടുക്കാനോ വിഷമിക്കാനോ പാടില്ല. എല്ലാം അള്ളാഹു, നമ്മുടെ ഓരോ ആളുകളുടെയും മനസ്സറിയുന്നവൻ അള്ളാഹു ആണല്ലോ. നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം എന്നാണ് പറയുന്നത്. ആരൊറ്റപ്പെടുത്തിയാലും ആര് തള്ളിപ്പറഞ്ഞാലും നിങ്ങളുടെ കൂടെ അള്ളാഹു എപ്പോഴും ഉണ്ടാവും. നല്ല മനസ്സിനുടമകളുടെ കൂടെ അള്ളാഹു ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാ ഭാരവും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. മാനസികമായി യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ ഹെൽത്തിയായി സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾ അതിന് ഒരു ചാനലുകളുടെയും ഒരു മാധ്യമങ്ങൾക്കും ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒന്നും സംസാരിക്കാനോ നിൽക്കേണ്ട. നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതാവും നിങ്ങൾക്ക് നല്ലത്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. അർജുൻ്റെ ഫാമിലി നിങ്ങൾ വല്ലാത്തൊരു ചെയ്തായി പോയി ചെയ്തത് കേട്ടോ.